നമസ്കാരം. ബബീസ് ഓപ്പീറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കണോ? ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകൾ അഭിരാമി ജയറാമിൻ്റെ റിംഗ് എക്സ്ചേഞ്ചിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മോൾക്ക് ഡ്രസ്സും റിങ്ങും ഒക്കെ എടുക്കാൻ പോകുന്ന വീഡിയോസാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നതേ. ഒരുപാട് റിങ്ങുകളൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, റിങ്ങുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരി എന്ന് പറയുന്നത് 28 വർഷം പഴക്കം ചെന്ന സാരിയാണ് കേട്ടോ. ഇതും പുതുമയോടെ ഇരിക്കുന്നുവെങ്കിൽ ഞാനത് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ചേട്ടൻ വാങ്ങിച്ചിരുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ആ സാരിയാണ് ഉടുത്തത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒരുപാട് പ്രാവശ്യം എല്ലാവരും ഉടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് ഉടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ ഉടുത്തിട്ടുണ്ട് സാരിയൊക്കെ. അപ്പം ഞാനത് കണ്ടപ്പോൾ പറ്റിയ ബ്ലൗസും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഈ സാരി ഉടുത്തേക്കാന്ന് കരുതി കേട്ടോ. ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ സാരിക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവസാനം ഒരു മോതിരം ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ മോതിരം എടുത്തതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന ഷോപ്പിലാണ് പോയത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കളക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് പ്രൈസിന് പറ്റിയത് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. ഒരുപാട് ഇട്ട് എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഇനി കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ പെണ്ണ് കാണാൻ വേണ്ടി വരുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ചെറിയൊരു ചടങ്ങ് കേട്ടോ. അത്യാവശ്യം കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ വരുമ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ വേണമല്ലോ എന്ന് കരുതി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മാമനും കുടുംബമൊക്കെ എത്തിയിട്ടുണ്ട്. കുഞ്ഞമ്മ വന്നിട്ടുണ്ട്, വല്യമ്മ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ വന്നുകൊണ്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരൊരു 10-10:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ ഋഷിക്കുട്ടനാണ്. ഋഷിക്കുട്ടൻ ഇങ്ങനെ പാലൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഋഷിക്കുട്ടനോട് പറയുകയാണ് അബിയെ വിളിക്കുക, ആമിയെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അഭിരാമി ആമി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുറ്റത്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാനിവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ടെന്നാ തോന്നുന്നത് കേട്ടോ. തലേ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ദിവസം മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഭാഗ്യം പോലെ രാവിലെ ആയപ്പോഴേക്കും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു ഫോട്ടോ എടുക്കൽ ചടങ്ങുണ്ടല്ലോ, അത് ഭംഗിയായിട്ട് ഞങ്ങൾ ഇതെവിടെയും ചെയ്തു കേട്ടോ. അങ്ങനെ മോനും വീട്ടുകാരും ഒക്കെ എത്തി. മോൻ്റെ പേര് വന്നിട്ട് ലെഫ്റ്റനൻറ്റ് വിനായക് ജയ് എന്നാണേ. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുകയാണ്. പയ്യൻ്റെ വീട്ടുകാരെ പെണ്ണിൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നു, പെണ്ണിൻ്റെ വീട്ടുകാർ പയ്യൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നു. ആകെ മൊത്തം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സീനാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് കേട്ടോ. മോൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് മോള് കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ. മോൻ ചായ കുടിക്കില്ല കേട്ടോ. മോളും അത് തന്നെ കേട്ടോ, മോളും ചായ കുടിക്കില്ല. അപ്പോൾ ആ ഒരു ചടങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വരുന്നവർക്കെല്ലാം നമ്മുടെ ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു തിരക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു തിരക്കാണ്. അബി ചാറ്റ പറഞ്ഞോളൂ. എന്റെ അടുത്തല്ല, ബിച്ചു ചാറ്റ പറയൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരമായിട്ട് മോൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ, എല്ലാവരെയും കൂട്ടിക്കൊണ്ട്.
അപ്പോൾ ഈ ഒരു ദിവസം തന്നെ നമ്മൾ വിചാരിച്ചു മോൻ്റെ വീട്ടിലും പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂട്ടി മോൻ്റെ വീട്ടിൽ പോയ വീഡിയോസാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നതേ. എൻഗേജ്മെൻറ്റിന് ചേച്ചിയുടെ വക ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ചേട്ടൻ അബുദാബിയിൽ നിന്ന് വന്നപ്പോൾ വാച്ചൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അനിയത്തിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ചക്കര ഇരിക്കുന്നത് കേട്ടോ. ഡിസംബർ 24 കാഴ്ചയാണ് കേട്ടോ. പിറ്റേ ദിവസം ഡിസംബർ 25 ക്രിസ്മസാണ്. അപ്പോൾ അതേ ക്രിസ്മസ് കരോളൊക്കെ വന്നു. ഞങ്ങളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡിസംബർ 25 അഭിരാമിയുടെ വിവാഹ നിശ്ചയമായിരുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളത് പഞ്ചസാരയൊക്കെ കൊണ്ട് മുട്ടായിക്ക് പകരം പഞ്ചസാര കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കാൻ ചെയ്തത് എന്താണ് പഞ്ചസാര കൊണ്ട് കിടക്കുന്നത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ 2 ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കരോളായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും എടുത്ത സ്ഥിതിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് കരുതി ആഡ് ചെയ്തതാണ് കേട്ടോ. ക്രിസ്മസ് തലേന്നാണല്ലോ. അടുത്ത പാർട്ടിക്കാർ വന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉഷാറായിട്ടാണ് അവർ കളിക്കുന്നത് കേട്ടോ. എൻ്റെ ചിരി കേട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു സന്തോഷമാണ് കേട്ടോ ആ ഒരു ചിരി എന്ന് പറയുന്നത്. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. പുള്ളിക്കാരി ദുബായിൽ നിന്ന് വന്നതാണ് കേട്ടോ. മോൻ കോയമ്പത്തൂർ അമൃതയിൽ പഠിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ ഫംഗ്ഷൻ നടക്കുന്നത് ആറ്റിങ്ങൽ ഹോട്ടൽ സാമത്രിയിലാണ്. അപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് നേരത്തേക്ക് വർത്തമാനമില്ല, കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വിശേഷങ്ങൾ അറിയാതെ ബോറടിച്ചോ? അങ്ങനെ മോളുടെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. അപ്പോൾ അതേ ചക്കരയുടെ ഫ്രണ്ട്സുമാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ വക കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മക്കളുമാർ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ എന്നെ കാണുമ്പോൾ ആൻറ്റി ഞങ്ങളോടൊപ്പം കൂടണം കേട്ടോ ഡാൻസ് കളിക്കാനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവരോടൊപ്പം ഒരു 2-3 സ്റ്റെപ്പൊക്കെ ഞാനും വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ശരിക്കും നല്ല ഒരു മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. അതിൽ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് കളിക്കുകയും കൂടി ചെയ്തപ്പോൾ ആ ഒരു ദിവസം അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കൂട്ടുകയാണേ. മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അറിയാമല്ലോ. അപ്പോൾ അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ, ഡാൻസും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കാഴ്ചകളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണേ. പെട്ടെന്നെടുത്തൊരു എൻഗേജ്മെൻറ്റ് ഡേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും പ്രാക്ടീസ് ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് 10 ദിവസത്തെ ലീവാണ് കിട്ടിയത്, മോനും അതുപോലെ തന്നെയാണ്. അപ്പോൾ 2-3 ദിവസം കൊണ്ടാണ് ഡാൻസൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തത്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും നല്ല രീതിക്ക് തന്നെ കുട്ടികളൊക്കെ കളിച്ചു കേട്ടോ. ശരിക്കും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയാണ് കേട്ടോ.
ഇങ്ങനെ ഹായ് എന്താ പറയുക, ഗംഭീരമായിട്ടുണ്ടെന്നുള്ള മാമൻ്റെ ആക്ഷൻ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. അഭിരാമി ജയറാം, ലെഫ്റ്റനന്റ് വിനായക് സിംഗ് റിംഗ് എക്സ്ചേഞ്ച് വിശേഷങ്ങളടങ്ങിയ വീഡിയോസ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. ബബീസ് ഓർബിറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവർ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ബബീസ് ഓർബിറ്റ്. പുതിയ നല്ല വീഡിയോയുമായി വരാമേ. അതുവരേക്കും എല്ലാവരോടും ബൈ.